എനിക്കത് കേട്ടാ മതി. കൊച്ചുമുതലാളി, ടെൻഷൻ അടിക്കണ്ടെന്നേ. മരുന്ന് സമയത്തിന് നോക്കി കഴിക്കാൻ നോക്ക്. ഓക്കെ? ഇവിടെ മാഡത്തിന്റെ കാര്യത്തെക്കുറിച്ചൊന്നും ആലോചിക്കേ വേണ്ട. അക്കാര്യം ഞാനേറ്റു. ഓക്കെ തൃശ്ശൂർ, ബൈ. ബൈ കൊച്ചുമുതലാളി, ബൈ. എന്താ ഇവിടെ? ഹേയ് ഹേയ്, ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി നാഗമായി രൂപം മാറി ഇപ്പൊ തൃശൂലിന്റെ മുന്നിൽ പിടിക്കപ്പെട്ടവൻ. അവൻ ഇവിടെ ഉള്ള കാര്യം ഞാൻ മറന്നേ പോയി. ഭാഗ്യം, അവൻ എന്തായാലും എന്നെ കണ്ടില്ല. തൃശൂൽ, വിടരുത് അവനെ. തൃശൂൽ, ആരാ അത്? ആളെ മനസ്സിലായോ? ഇല്ല മാഡം, മനസ്സിലായില്ല. അയ്യോ, രക്ഷപ്പെട്ടു പോയി. അവനത് എവിടേക്ക് പോയേ? ത്രിവിക്രമ, നോക്കു മോനെ, ഭക്ഷണം വേണ്ടെന്ന് വെച്ചാൽ എങ്ങനെയാ? എന്തെങ്കിലും കഴിച്ചാലല്ലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. നീ അതെങ്കിലും കഴിക്ക. മമ്മി വേണ്ട മമ്മി. എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? മരുന്ന് കഴിക്കേണ്ടതല്ലേ നിനക്ക്? കുറച്ചും കൂടെ കഴിച്ച്. മമ്മി പ്ലീസ്, എനിക്കിപ്പോ ഒന്നും വേണ്ട. ശരി, വേണ്ടെങ്കി വേണ്ട. എന്നാ പിന്നെ ഈ ജ്യൂസ് എങ്കിലും കുടിക്ക.
ചേച്ചി, എൻഗേജ്മെന്റ് ദിവസം ഇവന് നല്ലത് വരാൻ വേണ്ടിയാ ഹോമം നടത്തിയത്. എനിക്കെന്തോ ആ ഹോമം അത്ര ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഇവൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. എന്തായാലും നിന്റെ ശിവാനിയുടെ ജാതകം ആ ജോൾസിനെ കൊണ്ടൊന്ന് നോക്കിക്കുന്ന തന്നെ നല്ലത്. എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ തന്നെ അതിന് പരിഹാരം ചെയ്യാമല്ലോ. ശിവാനിയെ വിളിച്ച് അവളുടെ ജാതകം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ. അമ്മി, സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി സംസാരിക്കേ. ഞാനാണെങ്കിലും ശിവാനി ആണെങ്കിലും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അമ്മ ചുമ്മാ അത് തന്നെ പറഞ്ഞോണ്ടിരുന്ന് വെറുതെ മൂഡ് ഓഫ് ആക്കല്ലേ. ഇതിനിടയിൽ ശാസ്ത്രികള് പൂജ എന്നൊക്കെ പറഞ്ഞ ഡാഡിക്ക് വല്ലാത്ത ദേഷ്യം വരും. അതെ അതെ, മരുമോൻ ഇപ്പൊ പറഞ്ഞു ശരിയാ. അളിയൻ എങ്ങനെ ഈ കാര്യം അറിഞ്ഞാ പിന്നെ ഇവിടെ വലിയ ബഹളമായിരിക്കും. നമ്മൾ വെറുതെ ഇരിക്കുന്നത് നല്ലത്. അങ്ങനെയൊന്നും അല്ല ഗോവിന്ദ. മമ്മി എന്തിനാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? വേറൊന്നും അല്ല മോനെ, ടെൻഷൻ കൊണ്ടാ. മമ്മി മരുമോനെ, കൂൾ കൂൾ. നിന്റെ അമ്മയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ഇപ്പൊ എന്താ വേണ്ടേ? ചേച്ചിക്ക് ഇവന്റെ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണണം. അത്രേയുള്ളൂ. അത് ഞാൻ ഏറ്റു. ആദ്യം അവൻ ഉഷാറാവട്ടെ, അതിനുശേഷം ഹോമോ അങ്ങനെ എന്ത് വേണേലും നടത്താലോ. ശരിയല്ലേ? ചേച്ചി അതും എടുത്തുണ്ടെങ്കിൽ വന്നേ, അവൻ റെസ്റ്റ് എടുക്കട്ടെ. മരുമോനെ, നീ റെസ്റ്റ് എടുക്ക്. ചേച്ചി വാ. ആരായാള്? എന്തിനായിരിക്കും ഈ സമയത്ത് വന്നത്? ജസ്റ്റ് മിസ്സാ, എസ്കേപ്പ് ആയി കളഞ്ഞു. അവനെന്റെ കയ്യിൽ എനിക്ക് കിട്ടിയതാ. 2 കാലം ഞാൻ തല്ലുപിടിച്ച അവനത് മനസ്സിലായി. അത് മനസ്സിലാക്കിയോണ്ടാ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞ. ഇതെന്താ ഈ ബെഡ്ഷീറ്റും തലാണൊക്കെയായിട്ട് നീ എങ്ങോട്ടാ? വേറെ എങ്ങോട്ടാ? നിങ്ങളുടെ മുറിയിലേക്ക്. ഞാൻ അവിടെ കിടന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ? മേഡം മുകളിൽ കിടക്കുന്നു, ഞാൻ ഇവിടെ താഴെയും കിടക്കുന്നു. എന്തെങ്കിലും സംഭവിച്ച ടെൻഷൻ അടിച്ച് ഞാൻ ഓടി വരണം. അത് ശരിയാവില്ല. നടക്കും മേഡം. അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ താഴെ കിടന്നാ മതി. വെറുതെ വാശി പിടിക്കില്ല മേഡം. ഇപ്പൊ ദൈവാനുഗ്രഹത്തിൽ ഞാൻ അവനെ കണ്ടേ. അവൻ വീണ്ടും വരാണെങ്കിലോ? അതൊന്നും ശരിയാവില്ല മേഡം. മേഡം ഒരു കാര്യം ചെയ്യും, സമാധാനമായിട്ട് റൂമിൽ പോയി കിടന്നോ. ഞാൻ ആ വാതിലിന്റെ മുമ്പിൽ ഒരു സെക്യൂരിറ്റി പോലെ പുറത്തന്നെ കിടന്നാ പോരെ. നീ അങ്ങോട്ട് വരുന്നതാണ് ഏറ്റവും വലിയ ശല്യം. നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിലേ അവനെ ഞാൻ എന്തായാലും പിടിച്ചേനെ. അയ്യോ അമ്മേ. മേഡം, ഈ നട്ടപ്പാതിരക്ക് വെറുതെ കോമഡി അടിക്കാൻ നിൽക്കല്ലേ. ചിരിച്ചിരിച്ച മനുഷ്യനെ കുടല് പുറത്തിയാടും. തൃശൂൽ, നിനക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഓ, ഇനി ഇയാളെ കുറിച്ച് എന്തൊക്കെ അറിയാനുണ്ടാവും? എന്താ മേഡം, ജിമ്മിലൊക്കെ പോവാറുണ്ടോ? അതോ കരാട്ടെ ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? അയ്യോ, എനിക്ക് പേടിയായിട്ടും ഇല്ല. തൃശൂൽ, സോറി സോറി മേഡം. വീട്ടിലേക്ക് കയറി വന്നവനെ ഓടിച്ചിട്ട് പിടിക്കാൻ പോയിട്ട് അവന് രക്ഷപ്പെടാൻ സമ്മതിച്ചത് നീ തന്നെയല്ലേ? പറ, അവനെ നീ കണ്ടായിരുന്നോ? കാണാൻ എങ്ങനെയായിരുന്നു അവൻ? ആളെ കാണാനായിട്ടൊരു ഹോളിവുഡ് ഹീറോയെ പോലെയൊക്കെ ഉണ്ട്. ചോദിക്കുന്നത് കേട്ടില്ലേ? ഈ ഇരുട്ടത്ത് ഞാൻ അവനെ എങ്ങനെ കാണാനാ? മാത്രമല്ല അവന്റെ മുഖത്ത് നിറച്ച് കറുത്ത പെയിന്റ് കടിച്ചു വെച്ചിരിക്കുന്നു. അവനെ പിടിക്കാനും പറ്റിയില്ല, അവനെ ശരിക്കും കണ്ടതുമില്ല. ഇപ്പൊ മനസ്സിലായി എത്രത്തോളം ധൈര്യം ഉണ്ടെന്ന്. മേഡം, എന്റെ ധൈര്യത്തിന്റെ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അവന്റെ ദേഹം മുഴുവൻ എണ്ണയായിരുന്നു. പിടിക്കാൻ നോക്കുമ്പോഴൊക്കെ വഴുതി പോവല്ലേ. അവന്റെ ദേഹത്ത് മര്യാദയ്ക്ക് തുണിയെങ്കിലും വേണ്ടേ? ആ കൂടി അരയിലൊരു ചെറിയ തുണി ഉണ്ടായിരുന്നു. ആരായിരിക്കും അവൻ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? മേഡം, ആള് പക്ക കള്ളനാണെന്നറിയാം. കാരണം എന്താണെന്നറിയാം? ദേഹം മൊത്തം എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് കള്ളന്മാരുടെ പണിയല്ല അതൊക്കെ. ഞാൻ ഉള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പാണി പാളിയേനെ. നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ വിഷപ്രയോഗത്താൽ അവൻ മരിച്ചുപോയനെ. നിനക്ക് എന്തറിയാം? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അവൻ എന്താ ഒന്നും ചെയ്യാതെ ജീവനം കൊണ്ട് ഓടിയത് ഇവിടുന്ന്? അറിയില്ല. എനിക്കറിയാം. പാവം ഇരുട്ടത്തവൻ ഈ മുഖം കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. ആളാകെ പേടിച്ച് ബെരണ്ട് രക്ഷപ്പെട്ട് ഓടിയതായിരിക്കാം. എത്രയോ വർഷങ്ങളായി ഈ വീട്ടിലേക്ക് വന്നിട്ട് എന്റെ കൊച്ചുമകൻ ത്രിവിക്രമൻ അനുഭവിക്കുന്ന സമ്പൂർണ്ണ സ്വത്താണിത്. അവനാണ് എന്റെ ഐശ്വര്യവും. ത്രിവിക്രമ എവിടെയായിരിക്കും? കൊച്ചുമോനെ, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. നിന്റെ ഈ അവസ്ഥയ്ക്ക് ഞാൻ തന്ന ചൂർണം മാത്രമാണോ കാരണം? അതറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങളാരാ?
എന്താ ഇവിടെ കാര്യം? എന്റെ ഡ്രസ്സ് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? ഞാനൊരു നേഴ്സാ, നിങ്ങളെ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ഇന്ന് കഴിക്കേണ്ട മരുന്നൊക്കെ കറക്റ്റ് കഴിച്ചല്ലോ അല്ലേ? മരുന്നൊക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കണം കേട്ടോ. ബാക്കിയുള്ളവർ പോരാത്തോണ്ടായിരിക്കും ഇപ്പൊ നിങ്ങളും കൂടി വന്നിരിക്കുന്നത്. നോക്ക് സർ, അസുഖം മാറണമെങ്കിൽ മരുന്ന് കഴിച്ചേ പറ്റൂ, മനസ്സിലായില്ലേ? എല്ലാരും കൂടി വെറുതെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. I can't take this anymore. എന്ത് ചെയ്യാനാ സർ? എല്ലാരും ഇതൊക്കെ തന്നെയാ പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. ഈ ടാബ്ലറ്റ് കഴിച്ചോളൂ. എനിക്ക് ടാബ്ലറ്റ് ഒന്നും വേണ്ട പ്ലീസ്. വേണ്ടാന്ന് പറഞ്ഞ എങ്ങനെയാ സർ? ഇത് കഴിച്ചേ പറ്റൂ. ദാ ഇതെന്താണ്? ത്രിവിക്രമന്റെ ദേഹത്തൊരു മുദ്രയുണ്ടല്ലോ. എന്താ ഇത്? ഇത്ര കാലായിട്ട് ഞാനത് ശ്രദ്ധിച്ചേയില്ലല്ലോ. വിശേഷമായ ഒന്ന്. നിങ്ങളെന്താ നോക്കുന്നത്? അത് സാറിന് കുളിച്ചായിരുന്നോ? ഇല്ല. സാറിന് സ്പോഞ്ച് ബാത്ത് ചെയ്യണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ തന്നെ കുളിച്ചോളാം. അല്ല സർ, ചെയ്തില്ലെങ്കിൽ ഡോക്ടർ എന്നെയാ വഴക്ക് പറയാൻ പോകുന്നത്. സാർ ഇരിക്കും, ഞാനിപ്പോ വരാം. കൈ കാണിക്കൂ സർ. ഇതെന്താണ്? ഈ മറുകിൽ നിന്ന് എന്തോ ഒരു ശക്തി പ്രവഹിക്കും പോലെ, അതെന്റെ കൈ തടയും പോലെ. എന്താ ഇത്? ഹലോ സിസ്റ്റർ, നിങ്ങളെന്താ പോവാണോ? ഇത്ര വേഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? അതെ, കഴിഞ്ഞു. അല്ല, നിങ്ങൾ ആരെയും ഇങ്ങോട്ട് വിട്ടെ? ശിവങ്ങളാണോ? അതെ, അവര് തന്നെയാ. അല്ല, നിങ്ങളെന്താ ഇത്ര അർജന്റായിട്ട് പോകുന്നത്? ഹലോ, എക്സ്ക്യൂസ് മീ. പൊയ്ക്കോളൂ. ഓ, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ശ്രദ്ധിക്കും, മനസ്സിലായോ? ഒന്നുകൂടെ നിന്നേ. എനിക്ക് മനസ്സിലായില്ല. ആരയച്ചതാ? മകളെ, അവരെ ശിവങ്ങൾ പറഞ്ഞു വിട്ടതാ. സാംബശിവൻ അയച്ചതോ? പക്ഷെ ഇങ്ങോട്ട് വിടുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. അത് അവര് മറന്നുപോയതായിരിക്കും സർ. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ, വന്നേ പറ്റുള്ളൂ. ശരി സർ, എനിക്ക് ഹോസ്പിറ്റലിലെത്താൻ സമയമായി, ഞാൻ പോയിക്കോട്ടെ. ഓരോ നഴ്സും ഓരോ ട്രീറ്റ്മെന്റും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മരുമോനെ, നീ ഇവിടെ റെസ്റ്റ് എടുക്ക്. മേഡം 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 നിക്ക്. പോകുമ്പോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കാൻ പാടില്ലെന്നാ ഞാൻ ചോദിക്കുന്നില്ല. മാഡം തന്നെ പറഞ്ഞോളൂ. അതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്താ? നീ ഇവിടെ ഇരുന്ന് നിന്റെ ജോലി നോക്കിയാ മതി. മാഡം ഒരു മിനിറ്റ്, അത് തന്നെയല്ലേ എന്റെ പണി. മാഡത്തിനെ സംരക്ഷിക്കണം, നോക്കണം, അതൊക്കെയല്ലേ. മാഡം എവിടെ പോവാണെങ്കിലും എപ്പോ പോവാണെങ്കിലും അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് തൃശൂൽ. അങ്ങനെ എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാം നല്ലതിനല്ല മാഡം. ഇന്നലെ നോക്കിയേ, ഇവിടെ ഒരു കള്ളം കയറിയില്ലേ? ഇപ്പൊ നോക്കുമ്പോ മാഡത്തിന് പുറത്തു പോകണമെന്നും പറയുന്നു.
അതൊന്നും ഇപ്പൊ സേഫ് അല്ല മാഡം. നോക്ക്, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദയവേദന തടയാതിരുന്നാ മതി. ഇവിടെ നിക്കോടെ. മിനിമം എവിടേക്കാ പോകുന്നെങ്കിലും പറ, അത് കഴിഞ്ഞിട്ട് പോയിക്കോ. ഞാൻ ത്രിവിക്രമനെ കാണാൻ വേണ്ടി പോകുന്നതാ. സാറിന് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണോ ആവോ? ഓ, ബോസിനെ കാണാൻ വേണ്ടിയായിരുന്നോ? വേണ്ട 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 മാഡം, ഇപ്പൊ എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന്. അതെന്താ? നോക്ക്, ത്രിവിക്രമന്റെ അച്ഛൻ നിന്നെ ഇങ്ങോട്ട് അയച്ചതുകൊണ്ട് മാത്രം ഞാൻ ഇതെല്ലാം സഹിച്ച് മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പേഴ്സണൽ കാര്യത്തിൽ നീ ഇടപെടാൻ നിൽക്കണ്ട. മാഡം, എന്തിനാ പോകുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി കേട്ടോ. മാഡം പതിയെ പതിയെ എന്നോട് അടുത്തുകൊണ്ടിരിക്കല്ലേ. ഇനിയും ഇവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോ എന്നെ ഇഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ട് ബോസിനെ കാണാൻ പോവായിരിക്കും അല്ലേ? ശരിയല്ലേ? ഇല്ലാത്ത ഓരോ തോന്നലും കൊണ്ട് നടക്കണ്ട നീ. മാഡം, ഇതെന്റെ തോന്നലൊന്നല്ല, സത്യ. ഇപ്പൊ നോക്ക്, മാഡത്തിന് എന്നോട് ഇഷ്ടം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മാഡം ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നു? മാഡത്തിന് എന്നോട് ക്രഷായിരിക്കുമല്ലോ. ഞാൻ മാഡത്തിനോട് സമീപിക്കുന്ന രീതി, ഞാൻ സംസാരിക്കുന്ന രീതി, ഇതൊക്കെ കണ്ട് ഏതോ ഒരു സമയത്ത് മാഡത്തിന് എന്നോട് പ്രണയം തോന്നി തുടങ്ങി. അതുകൊണ്ടാ മാഡം ഇപ്പോഴേ ബോസിന്റെ അടുത്തേക്ക് പോയി നന്നായി ഒന്ന് സംസാരിച്ച് എന്നോടുള്ള ഇഷ്ടം നിങ്ങൾ കുറയ്ക്കും. അതല്ല നിങ്ങളുടെ ഐഡിയ, ശരിയല്ലേ? അല്ലേ അല്ലേ മാഡം? ഞാൻ പറഞ്ഞിരുന്നല്ലേ നിങ്ങളുടെ മനസ്സ് 100% ചേഞ്ച് ആവുന്നു. എന്നിട്ട് എന്നോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നി തുടങ്ങുന്നു. ശിവാനി മാഡം, യു ആർ ഫാളിംഗ് ഇൻ ലവ്. ഇല്ല, എന്റെ മനസ്സ് മാറില്ല. എനിക്ക് നിന്നോട് ഒരിക്കലും ഇഷ്ടം തോന്നില്ല. ഞാൻ ഇങ്ങോട്ടും പോകുന്നുമില്ല. ശിവാനി, നീ എന്നോട് ക്ഷമിക്കും. നിന്റെ മനസ്സിനെ നോവിക്കണമെന്ന് എനിക്ക് ഉദ്ദേശമില്ല. നിന്നെ ആ വീട്ടിലേക്ക് അയക്കില്ലെന്ന് ഞാൻ ബോസിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ചെയ്യാതെ മറ്റൊരു വഴിയുമില്ല. ഇങ്ങനെ എങ്ങോട്ടും പോവില്ലല്ലോ. എനിക്കത് മാത്രം മതി. എന്തൊരത്ഭുതം! ഇങ്ങനെ ഒരു മർഗ് ത്രിവിക്രമന്റെ ശരീരത്തിലുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. അതിലൊന്ന് തൊടാൻ പോലും എനിക്കാവുന്നില്ല. ഇതിലെന്തോ അടങ്ങിയിട്ടുണ്ടല്ലോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. ഇങ്ങനെ ഒരു മർഗ് എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ എവിടെ? ഓ, ഓർമ്മ കിട്ടുന്നില്ലല്ലോ. എന്തു പറ്റി മഹാമായേ? അവിടുന്ന് വലിയ കോപത്തിലാണല്ലോ. എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചോ? ഗരുഡ, ഞാൻ സംരക്ഷിക്കുന്ന ശക്തിക്ക് ഒരെതിരാളി വന്നുകൊണ്ടിരിക്കുന്നു. ത്രിവിക്രമന്റെ ദേഹത്തുള്ള ആ മർഗ് എന്നെ വല്ലാതെ അലട്ടുന്നു ഗരുഡ. അതുമാത്രമല്ല, അത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മറുകുണ്ടെന്നോ? അത് നോക്ക് മഹാമായി, ഈ മറുക് ഞാനും നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെയാണെന്നറിയില്ല. നീ അത് കാണാൻ എന്താണ് സാധ്യത? നീ ത്രിവിക്രമനെ കണ്ട അവസരങ്ങൾ വിരലിൽ എണ്ണാവുന്നത് മാത്രമല്ലേ? വേറെ എവിടെയോ കണ്ടെന്നാണ് എന്റെ ഓർമ്മ. എന്ത്? വേറെ എവിടെയോ കണ്ടിട്ടുണ്ടെന്നോ? എങ്ങനെ കണ്ടെന്ന് പറ. എവിടെ കണ്ടെന്ന് പറ. പറയുകരുടാ, ഓർമ്മിച്ചെടുക്ക്, പറയ. എവിടെയാ കണ്ടതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല മഹാമായി. ഗരുഡാ, ഒന്നുകൂടി ഓർമ്മിച്ചു നോക്ക്. ആ, ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ തുടർച്ചയുള്ളത്. അതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മാർഗത്തിലെ മുടക്കങ്ങളെല്ലാം ഇല്ലാതാവും. പറയുകരുടാ, പറയുകരുടാ. അതിൽ പല രഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. എവിടെയാ നീ അത് കണ്ടത്? പറയുകരുടാ, ഓർമ്മിച്ചെടുക്ക്. ആ മഹാമായെ, എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് ഈ മറുകിനെ പറ്റി നന്നായിട്ട് തന്നെ അറിയാം. എവിടെ? എവിടെയാണതുള്ളത്? തൃശൂലിന്റെ ശരീരത്തിലാണ്.
തൃശൂലിന്റെ ദേഹത്ത് അങ്ങനെയൊന്ന് ആ? ആ? എന്താ ഈ പറയുന്നത് ഗരുഡ? നീ ശരിക്കും ഒന്ന് ഓർമ്മിച്ചെടുക്ക്. ഈ കാര്യത്തിൽ ഒരലസതയും വേണ്ട. ഇല്ല മഹാമായെ, ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാ. ഇതേപോലൊരു മറുക് തൃശൂലിന്റെ ശരീരത്തിലുമുണ്ട്. ആ?